ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ ഉള്ളത് വെച്ചാൽ പഞ്ചാബിലാണ് കേട്ടോ. പഞ്ചാബിലെ അമൃത്സറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നമ്മൾ ഗോൾഡൻ ടെമ്പിൾ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പം മിനിയാന്ന് വെള്ളിയാഴ്ച രാത്രി 12:30 നമ്മൾ ട്രെയിൻ കയറിയതാണ് മുംബൈയിൽ നിന്ന്. ഇപ്പം നമ്മൾ ഇന്ന് ഞായറാഴ്ച വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോൾ ഇവിടെ അമൃത്സറിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ട് നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു റൂം എടുത്ത് ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്യും. എന്നിട്ട് നാളെ നമ്മൾ ഗോൾഡൻ ടെമ്പിൾ കാണാൻ പോകും. പിന്നെ ബോർഡറിലൊക്കെ പോകാനുണ്ട്. അപ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൽ എന്താ പറയുക, ഇനി ഇടാൻ പോകുന്ന ഓരോ വീഡിയോയും കാണുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് കാഴ്ചകളായിട്ട് കുറേ യാത്ര പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇതാണ് നമ്മളെ റൂം. നല്ല നീറ്റായിട്ടുള്ള നല്ലൊരു റൂമാണ്. ഒരു ചെറിയ ഫാമിലിക്ക് നല്ല വൃത്തി താമസിക്കാൻ പറ്റിയ നല്ലൊരു റൂമാണ്. അപ്പോൾ നമ്മൾ ഒന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടില്ലതേ. ഇനി എന്തൊക്കെ ഒരു ഭക്ഷണമെല്ലാം കഴിക്കണം. എന്നിട്ട് നമ്മൾ നാളെ നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്നല്ലോ. അപ്പോൾ നമ്മളൊന്ന് പുറത്ത് പോയിട്ട് വരാം. ഇന്ന് ഗോൾഡൻ ടെമ്പിളിൻ്റെ പുറത്തോട്ടെല്ലാം ഒന്ന് പോയിട്ട് ഒന്ന് കണ്ടിട്ട് വരാം. മതി വെച്ചു പെട്ടെന്ന്. നടക്ക്. തേർഡ് ഫ്ലോറിലാണല്ലേ മേലത്. കേട്ടോ, ഇതൊക്കെ വണ്ടി നാട്ടിലത്തെ ഓട്ടോന്റെ സ്കെൽട്ടൺ പോലെ ഉണ്ട്. സൈഡില് കൊട്ടാരം പോലത്തെ നോക്കറാ. ഇതെന്ത്, ഇത് പഴയ കൊട്ടാരാ? ഫുള്ള് സ്ട്രീറ്റ് ഫുഡും. എല്ലാവരും രാത്രിയിൽ ഇങ്ങനെ കറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അച്ചു ഏട്ടൻ്റെ മുന്നിൽ നടക്കുന്നുണ്ട്. ഇവിടെ പോകുന്ന വഴിക്ക് ഇതെങ്ങനെ വീഡിയോയിലുണ്ട് ഗോൾഡൻ ടെമ്പിളിൻ്റെ. അമ്പലത്തിനകത്ത് കയറണമെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഒരു തുണി തലയിൽ കെട്ടണേ. അപ്പം അത് വാങ്ങിക്കാൻ പോയിട്ടില്ല കേട്ടോ. ഏട്ടാ, എനക്കും കണ്ടേ? ഇവിടെ നിന്നല്ല എല്ലാവരും കിട്ടുന്നുണ്ട്. എനിക്ക് ഏതൊക്കെ വേണ്ടത് ആദ്യം നോക്ക്.
ഇതാണ്ടോ ഇവിടുത്തെ ഓട്ടോൻ്റെ എല്ലാം സ്റ്റൈലുണ്ടോ? എന്താ രണ്ടുപേരുടെ ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്യുന്നതൊക്കെ നിൽക്കുന്നുണ്ട്. ഫോട്ടോന്റെ പോസിൽ തന്നെ. ഇപ്പൊ നമ്മള് വെറുതെ ഒന്ന് രാത്രിയിൽ ഇങ്ങോട്ട് വന്ന് നോക്കിയതാണ് കേട്ടോ. നാളെ നമ്മള് പകലിങ്ങോട്ടൊക്കെ എന്തായാലും വരും. എന്നാലും രാത്രിക്ക് ഇവിടെ എത്തിയ സ്ഥിതിക്ക് നമുക്ക് എങ്ങനെയുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ എന്നെല്ലാം ഒന്ന് കാണാൻ വെച്ചിട്ടാ. ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിലെ ഫുള്ള് മാർക്കറ്റ്. ഏട്ടാ 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 ഇതൊക്കെ ഇതെന്താ സംഭവം? മാർക്കറ്റാ? ഇത് മാർക്കറ്റാണ്. ഷവലി മൊബൈൽ തട്ടിപ്പറിച്ചിട്ട് ഓടിക്കഴിഞ്ഞാൽ ആർക്കും തിരിഞ്ഞോടാൻ നിൽക്കില്ലേ. ഡ്രസ്സിന്റെ മൊത്തലെന്തോ അല്ലേ? പേഴ്സുണ്ട്, നല്ല പേഴ്സ്. നാളെ പകൽ വിളിച്ചതല്ലോ നോക്കാതല്ലോ. ആള് ഇരിക്കും. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചിട്ട് ഇതാ ഇങ്ങനത്തെ ഒരു കടയിൽ കയറിയിട്ടുണ്ട്. പിന്നെ നമ്മളെ സൗത്ത് ഇന്ത്യൻ മസാല ദോശ അതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു മസാല ദോശ ഒരു പാവ് ഭാജിയും വേണ്ടി പറയാൻ പോവാന്ന്. അതുകൊണ്ട് ആൾക്കാരെല്ലാം കഴിക്കുന്നുണ്ട്. അച്ഛനും പാവ് ഭാജി മതി എന്ന് പറഞ്ഞു. നമ്മള് മസാല ദോശ പറഞ്ഞു. വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ. ശരിക്കും കാണുമ്പോൾ ശരിക്കും നല്ല രസമുണ്ട്. ഒരു രാത്രി ഒരു പ്രത്യേക അനുഭവം. നമുക്ക് രാവിലെ ഏതായാലും വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് രാവിലെ ആണോ രാത്രിയാണോ നല്ലത് നിങ്ങൾ കണ്ടിട്ട് ഒന്ന് നോക്കണേ. ഇതാ മസാല ദോശ ഇവിടെ അവർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ലസ്സിയാന്നല്ലോ ഇവിടുത്തെ. ഇതിൽ വേണ്ടോ ഇത് നമ്മുടെ കുങ്കുമപ്പൂവും ബദാമൊക്കെ ഇട്ടിട്ടുള്ളതാണ്. ചൂടിങ്ങനെ ആവി പറക്കുന്നത്. ഇതാ മസാല ദോശ വന്നിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് മസാല ദോശയും പാവുഭാജിയെല്ലാം കഴിച്ചിട്ട് നമ്മൾ വീണ്ടും പുറത്തിറങ്ങിട്ടാ. ഇവിടെ കണ്ട രാത്രിയിൽ ഇങ്ങനെ ക്ലീനിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ട് സൈഡിൽ ഫുള്ള് മാർക്കറ്റാണ്. എങ്ങോട്ടാണ് ഗോൾഡൻ ടെമ്പിള്? ഇതൊക്കെ ഓട്ടോ അല്ല സൈക്കിള്. मार्बल को गोल्डन टेम्पल തലയിൽ കെട്ടുന്നത് നമുക്കൊന്നും വേണ്ട. വീടില്ല ഈ ഇതിന്റെ ഗുജറാത്തി ലോഡ്ജ് ചെരുപ്പിന്റെ മാർക്കറ്റ് സോഫ്റ്റി ഷോപ്പ്. ദൈവം ആ നേരം മുന്നേ പറഞ്ഞ ഗോൾഡൻ ടെമ്പിൾ അതന്നെ കാണുന്നത് തന്നെ ഗോൾഡൻ ടെമ്പിളിന്റെ രാത്രിയായിട്ട് മറ്റേ വലിയ ഏതോ വിദേശ രാജ്യത്തെല്ലാം പോയ പോലെ അല്ലേ? ആ ഏതോ ഒരു വിദേശത്തെല്ലാം പോയ പോലത്തെ ഒരു പ്രതീതിയുടെ വാട്ടർ എ ടി എം. വെള്ളത്തിന് പൈസ അവിടുത്തെ വെള്ളം കിട്ടുന്ന സാധനം ഉണ്ടോ? വാട്ടർ എ ടി എം. ആ
ये बाहर से खरीदना पड़ेगा, वहाँ पे नहीं मिलेगा, यहाँ से बाहर से लेना पड़ेगा। മഞ്ഞത്തും അതിന്റെ അമ്മ വേർക്കുന്നുണ്ട്. നമ്മള് ഗോൾഡൻ ടെമ്പിളിന്റെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മിപ്പോ നിൽക്കുന്നത് ഗോൾഡൻ ടെമ്പിളിന്റെ മുന്നിലാണേ. എന്ത് ലൈരാ നോക്കറ ചേട്ടാ, ഇത് വലിയ കൊട്ടാരം പോലുണ്ടല്ലോ. ഇത് അടിയിലോട്ട് ഇറങ്ങാനുള്ള വഴിയിലുണ്ടോ? മ്യൂസിയം കേട്ടോ. ഇപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ? ചെരുപ്പിടാൻ പറ്റില്ല, ചെരുപ്പ് കൂരി. അച്ചു അച്ചു അതവിടെ ഫൗണ്ടൈൻ നോക്കറ. അങ്ങ് അതൊരു ഫൗണ്ടൈൻ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇതാണ് എന്തോന്ന് എൻട്രൻസ്. എല്ലാവരും തലയിൽ ഇതെല്ലാം കെട്ടിയിട്ട് ഇതാണ് എൻട്രൻസ്. ഉള്ളിലേക്ക് കൊണ്ട് നല്ല മാർബിള് ടൈലല്ല അതിന്റെ നിലത്ത്. എന്ത് വലിയ കൊമ്പൗണ്ടാന്നൊക്കെ. ഗോൾഡൻ ടെമ്പിൾ കാണണേ. ആ അതാ 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 നമുക്ക് ഗോൾഡൻ ടെമ്പിൾ ഡെയിലിയിൽ കൂടെ എങ്ങനെ കാണാം. അപ്പൊ നമുക്ക് ഏതായാലും നമ്മൾ രാവിലെ വരാന്നാ വിചാരിച്ചതേ. അപ്പൊ പിന്നെ വിചാരിച്ചു ഏതായാലും എല്ലാവരും കയറുന്നുണ്ട്. ഇപ്പൊ ഒന്ന് രാത്രിക്കത്തെ കാഴ്ച എങ്ങനെയാന്ന് നമുക്ക് നോക്കാലോ. അതുകൊണ്ട് നമ്മളിവിടെ ചെരുപ്പ് ഊരി വെച്ചിട്ട് ആ ചെരുപ്പൂരുണ്ടോ കയറണമെങ്കിൽ? चलो अच्छा നമ്മളിത് ഇവിടുന്ന് കാല് കഴുകിട്ട് വേണം അത്തോട്ട് പോവാൻ. ഉള്ളിലേക്ക് മാറ്റി. അങ്ങനെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. എത്ര ആൾക്കാരാന്ന് നോക്കിയില്ലേ? ഇവിടെ വന്നിട്ട് എടുത്തേ. നമ്മൾ ഗോൾഡൻ ടെമ്പിളിന്റെ അടുത്ത് എത്തിയിട്ടാ. ഇതാ വെള്ളത്തിന്റെ നടുക്ക് ഒരു ഗോൾഡൻ ടെമ്പിൾ. നടക്കുക.
അവിടെ എന്താ പ്രസാദം ഉണ്ട് തോന്നുന്നു. എനക്ക് വേണ്ടാന്ന് തോന്നുന്നു. ഇതെന്താ പ്രസാദം അവിടുത്തെ? തന്തരില്ലാത്ത നീ ലൈൻ അങ്ങ് പുറത്തുനിന്നേ വരുന്നുണ്ടതാ. അതിലേ കൂടെ ലൈൻ വായിക്കുന്നത് ഇതാ ലൈനാന്ന് തോന്നിയില്ലേ കൂടെ കുറെ. ഇത് വേറൊരു കൊട്ടാരം പോലെ ഉണ്ട്. ഈ ഗോൾഡൻ ടെമ്പിളിൽ ചുറ്റും ഇങ്ങനെ കുറെ കൊട്ടാരം. ഞാൻ നേരത്തെ ഇങ്ങനെ റൗണ്ടറൊക്കെ കാണിച്ചു തന്നിട്ടേ നിങ്ങൾക്ക്. അതാ ഇതാ ഫുള്ള് കൊട്ടാരം പോലെ തന്നെ. പോവാ, നമുക്ക് പോയിട്ട് രാവിലെ വരാൻ തോന്നുന്നു. നമ്മള് പുറത്തോട്ട് എത്താൻ പോവാന്നേ. എന്തോ വലിയൊരു സ്ഥലത്ത് എത്തിയ പോലെ അല്ല. ഇത് ഏതോ ഇത് ഇപ്പുറത്തെ കാത്തുന്നുണ്ടാ. നമുക്ക് തിരിച്ചിന്നെ പോവാം. എന്നിട്ട് ആൾക്കാർ എത്ര ആൾക്കാർ നോക്കിയ, എല്ലാവരും ലൈൻ തന്നിട്ട് തൊഴാൻ നിൽക്കുകയെന്ന്. നമ്മൾ പുറത്തെത്തി. നമ്മൾ നേരത്തെ കാല് കഴുകിയിട്ട് പോയിട്ടില്ലേ, ആ വെള്ളം എന്നിട്ടത് അങ്ങനെ നമ്മൾ പുറത്തെത്തി. ഇനി നമുക്ക് നമ്മുടെ ചെരുപ്പ് എടുക്കണം. അയ്യോ, ഇന്ന് നിലത്തെ ചവിട്ടുമ്പോലെ തണുപ്പ്, ഐസും കട്ടി എൻ്റെ മുകളിൽ ചവിട്ടും നടക്കുന്നുണ്ട്. ഏട്ടാ ഇതാ ചെരുപ്പ്, അതാ നമ്മളെ ചെരുപ്പ്. അയ്യോ, ഐസും കട്ടാൻ്റെ മുകളിൽ ചവിട്ടും നടക്ക്. കാല് പൊള്ളി പോന്ന്, തണുത്തിട്ട് പൊള്ളി പോന്ന്. ചെരുപ്പിടാം. അപ്പൊ ഇത് നമുക്ക് രാവിലെ ഞാൻ വേറെ വീഡിയോ ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മൾ ഇനി ഇവിടുന്ന് ചെരുപ്പ് ഇട്ടിട്ട് നേരെ റൂമിലേക്ക് പോവാന്നേ. എന്നിട്ട് രാവിലെ വന്നിട്ട് നമുക്ക് രാവിലത്തെ ദർശനം നോക്കാം. അങ്ങനെ നമ്മൾ റൂമിലോട്ട് തിരിച്ചു പോവില്ല. ഈ പോകുന്ന വഴിക്കല്ലേ കുറച്ചും കൂടെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ നേരത്തെ വന്ന വഴിയിലാ. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നോർത്ത് ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളെ കാഴ്ചകളുമായിട്ടാണ് നമ്മൾ വരുന്നത്. എല്ലാവരും നമ്മുടെ വീഡിയോ മിസ്സാക്കാതെ കാണണേ. അച്ചു രണ്ട് സാൻഡാസ്. ഇപ്പൊ തന്നെ വേണം.